നമസ്കാരം. ഇക്കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ UDFന് പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് അവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയൊരു വിജയമാണ് ലഭിച്ചത്. ഇത് ഒരിക്കലും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ അല്ലെങ്കിൽ UDF പ്രവർത്തകരുടെ മാത്രം അധ്വാനം കൊണ്ട് നേടിയതല്ല. ഇടതുമുന്നണി ഭരണത്തിൽ സഹികെട്ട ജനം ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിയടിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ UDFന് വോട്ട് ചെയ്തതാണ് എന്നുള്ള കാര്യം പലപ്പോഴും നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാർ വിസ്മരിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവവികാസങ്ങളിലൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ്സുകാർക്ക് യാതൊരു തരത്തിലുള്ള മാറ്റവും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്തിരുന്നിട്ട് 2-3 മാസങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ 10 വർഷത്തിന് ശേഷം തിരികെ ഭരണത്തിലെത്താം എന്നുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിന് പകരം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാണം കെട്ട കടിപിടിയാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി. കൊച്ചിയുടെ മേയർ ആരാണെന്ന് തീരുമാനിച്ചതിൽ തന്നെ നമുക്ക് തുടങ്ങാം. കൊച്ചിയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് UDFന് വീണ്ടും ഭരണം കിട്ടുന്നത്. നേരത്തെ തന്നെ വ്യാപകമായി എല്ലായിടത്തും പ്രചരണം നടത്തിയിരുന്നത് KPCC ജനറൽ സെക്രട്ടറിയായ ദീപ്തി മേരി വർഗീസ് ആയിരിക്കും മേയർ എന്നായിരുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പിൽ വിജയം നേടി എല്ലാം ശരിയായി കഴിഞ്ഞപ്പോൾ ദീപ്തി മേരി ഔട്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. വളരെ സംഘടിതമായി തന്നെയാണ് ദീപ്തി മേരി വർഗീസിനെ മേയറാകാതിരിക്കാൻ എല്ലാ ഗ്രൂപ്പുകളും ഒന്നിച്ച് ശ്രമിച്ചത്. മാത്രവുമല്ല, കൗൺസിലർമാർക്കിടയിൽ വോട്ടെടുപ്പ് നടത്തി എന്നാണ് പറയപ്പെടുന്നത്. പരസ്യമായ വോട്ടെടുപ്പ് കൂടിയായിരുന്നു. ഓരോരുത്തരും അഭിപ്രായ പ്രകടനം നടത്തണമായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇതിനെക്കുറിച്ചാണ് കോൺഗ്രസ് നേതാവ് MLA മാത്യു കുഴൽനാടൻ പറഞ്ഞത്, ഇനി മുതൽ അങ്ങോട്ട് കോൺഗ്രസിൻ്റെ എല്ലാ പദവിയിലേക്കും ഇത്തരത്തിൽ ആളുകളുടെ ഹിതപരിശോധന അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് നടത്തിയാണ് പദവികളിലേക്ക് ആളെ നിയോഗിക്കുന്നതെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കുമെന്നാണ്. അത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ നേതാക്കൾക്ക്, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർക്കുള്ള ഒരു മുന്നറിയിപ്പാണത്. ഇനി മുതൽ അങ്ങോട്ട് മുഖ്യമന്ത്രിയും മറ്റ് പദവികളും ഒക്കെ തന്നെ ഏറ്റെടുക്കേണ്ടി വരുന്നവർ നിയമസഭാ കക്ഷിയിൽ വോട്ടെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വേണം മുഖ്യമന്ത്രിയും മറ്റും ആകാൻ എന്നുള്ള ഒരു ധ്വനി തന്നെയാണ് മാത്യു കുഴൽനാടൻ്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം UDFന് പ്രത്യേകിച്ച് കോൺഗ്രസിനും ലഭിച്ച മുഴുവൻ ശോഭയും കളഞ്ഞു കുളിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ ഓരോ പ്രവൃത്തികളും സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിലെ തന്നെ പ്രമുഖരായ നേതാക്കളാണ് ഇതിന് ചരട് വലിച്ചത് എന്നുള്ള രീതിയിലുള്ള പ്രചരണം പുറത്തു വന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് ദീപ്തി മേരി വർഗീസിനെ ഈ പദവിയിൽ നിന്ന് വെട്ടിയത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കോൺഗ്രസ്സിന് ഇപ്പോഴും വലിയ തോതിലുള്ള മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം അധികാരമില്ലാതിരിക്കുമ്പോൾ മാത്രമാണ് എല്ലാവരും സ്വസ്ഥമായിരിക്കുന്നത്. എവിടെയെങ്കിലും ഒരു അധികാരം കിട്ടും എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ ചാടി ഇറങ്ങി പിന്നെ അതിൻ്റെ പേരിൽ കടിപിടി നടത്തുകയും കുറേ കാലമായി കെട്ടുകിടന്നിരുന്ന ഈ ഗ്രൂപ്പ് വഴക്കുകളും ഗ്രൂപ്പ് അവകാശവാദങ്ങളും ഒക്കെ വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് വരികയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. ഇക്കണക്കിന് 2-3 മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് അധികാരം കിട്ടിയാൽ അന്ന് എന്തൊക്കെയായിരിക്കും അടിപിടി നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിലെ ഇവർക്ക് വോട്ട് ചെയ്ത ജനം ആശങ്കയോടെ ചിന്തിക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ഭരണം അവസാനിപ്പിക്കാൻ കാത്തിരിക്കുന്ന ജനങ്ങൾക്ക് മുന്നിലാണ് ഇവർ ഈ ഒരു പൊറാട്ട നാടകം കളിക്കുന്നത് എന്നുള്ള കാര്യം അവരാരും ഓർക്കുന്നത് പോലുമില്ല. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം എന്നും അധികാരത്തിൻ്റെ പുറകെ ഓടുക എന്നുള്ളത് അക്കാര്യത്തിൽ പരസ്യമായ പ്രതികരണം നടത്തുന്നതിൽ നിന്ന് യാതൊരു തരത്തിലുമുള്ള നാണമോ ചമ്മലോ ഒന്നും ഇല്ലാത്ത നേതാക്കന്മാരാണ് കൂടുതൽ അവിടെ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഇക്കാര്യത്തിലും തങ്ങളുടെ പഴയ നിലപാട്, അത് വർഷങ്ങൾക്ക് മുമ്പ് തങ്ങൾ പ്രതിപക്ഷത്ത് പോയി ഇരിക്കേണ്ടി വന്ന അവസ്ഥ ഉണ്ടല്ലോ, ആ കാലഘട്ടത്തിൽ അതേ നിലപാട് തന്നെയാണ് ഇവർ ഇപ്പോഴും തുടരുന്നത്. അടുത്തത് തൃശ്ശൂർ നഗരസഭ മേയർ തിരഞ്ഞെടുപ്പാണ്. അവിടെ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. ഡോക്ടർ നിജി ജസ്റ്റിൻ എന്ന കോൺഗ്രസിൻ്റെ പ്രമുഖ വനിതാ നേതാവാണ് മേയറാകുമെന്ന് പറഞ്ഞു കേട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ തൃശ്ശൂരിലും മറ്റ് മേയർ മോഹികൾ എത്തിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അവിടെയും കൊച്ചിയിൽ സംഭവിച്ചതുപോലെ വോട്ടെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ചെയർമാനെ തിരഞ്ഞെടുക്കേണ്ടി വരുമോ പാർട്ടിക്കുള്ളിൽ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതും കോൺഗ്രസ്സിന് വലിയൊരു നാണക്കേടായി മാറാനാണ് സാധ്യത. കൂടാതെ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ ചെയർപേഴ്സണെ ചൊല്ലിയും ഇപ്പോൾ വ്യാപകമായ തോതിലുള്ള തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആരായിരിക്കണം നഗരസഭ അധ്യക്ഷ ആയിരിക്കണമെന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ്സുകാർക്ക് ഇനി ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ KPCC ജനറൽ സെക്രട്ടറി നിഷ സോമൻ തെറ്റയിലും അതുപോലെ അവിടെ തന്നെയുള്ള കോൺഗ്രസിൻ്റെ മറ്റൊരു വനിതാ നേതാവിൻ്റെയും പേരുകളാണ് ഇപ്പോൾ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ഇതിൻ്റെ പേരിൽ പോസ്റ്റർ യുദ്ധവും തൊടുപുഴ പട്ടണത്തിലാകെ തന്നെ കോൺഗ്രസ്സുകാർ തങ്ങളുടെ എതിരാളികൾക്കെതിരെ, സ്വന്തം പാർട്ടിയിലെ തന്നെ എതിരാളികൾക്കെതിരെ പോസ്റ്റർ ഒട്ടിക്കുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇത് ജില്ലാ പഞ്ചായത്തുകളിലേക്കൊക്കെ തന്നെ വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കോൺഗ്രസ് CPM പോലെ ഒരു സംഘടിതമായ വ്യവസ്ഥാപിതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ല. അത് വലിയ ആൾക്കൂട്ടമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയാറുള്ളതാണ്. പക്ഷേ ഈ ആൾക്കൂട്ടത്തെ ആരായിരിക്കും നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ചോദ്യം അവിടെ അപ്പോഴും ഉയരുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മുഖ്യമന്ത്രിയാകാനുള്ള ആളുകളുടെ തന്നെ തിക്കും തിരക്കും വളരെ കൂടുതലാണ്. ഇക്കൂട്ടത്തിൽ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിന് ഇവർ ജയിപ്പിക്കണോ വേണ്ടയോ എന്ന് പോലും ജനങ്ങൾ സംശയിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴേ കാലുവാരൽ തുടങ്ങിക്കഴിഞ്ഞാൽ
അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, വളരെ വിചിത്രമായ രീതിയിൽ UDF വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളുമൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് വരെ പറഞ്ഞ PV അൻവർ ഉൾപ്പെടെയുള്ളവരെ മുന്നണിയിലേക്ക് എടുത്തിരിക്കുന്നത്. പക്ഷേ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ത്യ മുന്നണി പോലും അംഗമാണോ അല്ലയോ എന്നുപോലും ഉറപ്പില്ലാത്ത ഒരു കാലഘട്ടമാണ് ഇത്. മമതാ ബാനർജി ഇതിന് അനുമതി നൽകിയിട്ടുണ്ടോ? ഇത് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് തന്നെയാണോ ഈ തൃണമൂൽ കോൺഗ്രസ് എന്നും നമുക്ക് ഇനിയും വ്യക്തമല്ല. ഏതായാലും PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നണിയിലും അടുപ്പിക്കാതിരുന്ന അൻവറിന് ഒരു ആശ്വാസമായി ഇത് മാറും എങ്കിലും ആത്യന്തികമായി ഇത് UDFന് വലിയ തോതിലുള്ള ഒരു കോടാലിയായി മാറാൻ തന്നെയാണ് സാധ്യത. അതുപോലെ തന്നെ കാമരാജ് കോൺഗ്രസിനെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് നിമിഷങ്ങൾക്കകം കാമരാജ് കോൺഗ്രസിൻ്റെ നേതാവായ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞത് ഞാൻ ആർക്കും ഇതിനെ അപേക്ഷ കൊടുത്തിട്ടില്ല എന്നാണ്. അപ്പോൾ ഇവിടെ ഇക്കാര്യത്തിലും കൃത്യമായ ആശയവിനിമയം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ല. ഇക്കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ UDFന് കൂടുതൽ സീറ്റുകൾ നേടുന്നതിൽ കാമരാജ് കോൺഗ്രസ് ഒരു പ്രധാന പങ്ക് വഹിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും 3 ചെറു പാർട്ടികളെ അസോസിയേറ്റ് അംഗങ്ങളാക്കാനുള്ള തീരുമാനത്തിൽ അല്പമെങ്കിലും ആൾബലമുള്ള പാർട്ടി ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ കാമരാജ് കോൺഗ്രസ് മാത്രമായിരുന്നു. മറ്റേത് നമുക്കറിയാം CK ജാനുവിൻ്റെ രാഷ്ട്രീയ പാർട്ടി. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ 2-3 മാസങ്ങൾക്കുള്ളിൽ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനെ ഇത്തരത്തിലാണ് കോൺഗ്രസ് നേരിടാൻ പോകുന്നത് എങ്കിൽ ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അവരെ കനിഞ്ഞ് അനുഗ്രഹിച്ച പോലെ ജനം അപ്പോഴും അവരെ തിരികെ അനുഗ്രഹിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രബുദ്ധരായ രാഷ്ട്രീയ ചിന്താഗതിയുള്ള എല്ലാ കാര്യത്തിലും കൃത്യമായി ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ്. ഒരുകാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കേരളത്തിൻ്റെ വോട്ടിംഗ് പാറ്റേൺ പോലും രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നു. 1977 പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റു തുന്നം പാടുകയും ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും അടക്കമുള്ളവർ പരാജയപ്പെട്ടപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അധികാരത്തിലെത്തിയത്. ഇതുപോലെ അവിടെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു ജനമാണ് കേരളത്തിലുള്ളത്. അവരിതെല്ലാം കാണുന്നുണ്ട്. ഇപ്പോൾ പണ്ടത്തെ കാലത്തെ പോലെയല്ല, സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ അവർ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. അധികാരം കിട്ടുമെന്ന് കണ്ടപ്പോൾ ഈ നേതാക്കന്മാർ നടത്തുന്ന ഈ തമ്മിലടിയും ഈ കൂട്ടയടിയൊക്കെ തന്നെ ജനങ്ങളെ വല്ലാതെ ആലോസരപ്പെടുത്തും. ഇവർക്കാണല്ലോ ഞങ്ങൾ വോട്ട് ചെയ്തു പോയത് എന്ന് അവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും പിണറായിക്ക് ഒരു 3ാം ടേം കൂടി നൽകാൻ കേരളത്തിലെ കോൺഗ്രസ്സുകാർ തന്നെ മുൻകൈയെടുത്ത് ഇറങ്ങി പുറപ്പെട്ടതാണോ ഇതെന്ന് സ്വാഭാവികമായും നമുക്കിത് കാണുമ്പോൾ ചിന്തിക്കാൻ തോന്നുന്നുണ്ട്. കോൺഗ്രസ്സുകാർക്ക് അടിസ്ഥാനപരമായി ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസ് ഇപ്പോഴും പഴയ കോൺഗ്രസ് തന്നെയാണ്. ഇക്കണക്കിന് പോവുകയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതുപോലെ അത്ര ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല കോൺഗ്രസിനും പ്രത്യേകിച്ച് UDFന് എന്ന് UDFിലെ രണ്ടാമത്തെ പ്രധാന വലിയ കക്ഷിയായ ഇന്നും ശക്തമായ വോട്ട് ബാങ്കുള്ള മുസ്ലിം ലീഗോ മറ്റോ വിചാരിച്ചാൽ മാത്രമേ ഇവരെ നിലയ്ക്ക് നിർത്താൻ കഴിയുകയുള്ളൂ ഈ നേതാക്കന്മാരെ എന്ന് നമുക്ക് പൊതുവെ പറയാമെങ്കിലും അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എന്നുള്ളത് വ്യക്തമാണ്. ഏതായാലും ഇത് വലിയ തോതിലുള്ള ഒരു നാണക്കേടായിപ്പോയി. കാരണം തിരഞ്ഞെടുപ്പ് വിജയം ലഭിച്ചതിന് പിന്നാലെ നേരത്തെ കോൺഗ്രസിന് പലപ്പോഴെങ്കിലും സ്ഥാനം കിട്ടുമ്പോഴുള്ള ഈ കടിപിടി പതിവാണെങ്കിൽ പോലും ഇപ്പോൾ 10 വർഷം പ്രതിപക്ഷത്തിരുന്നിട്ട് പോലും തിരികെ ഒരു അധികാരം കിട്ടാനുള്ള ഒരു മാർഗ്ഗം മുന്നിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് കൂടെ നിൽക്കാം, നിങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് ചിന്തിക്കുന്ന സമയത്ത് പോലും ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല എന്ന് വിളിച്ചു പറയുന്നത് പോലെ ആയിപ്പോയി ഈ തെരഞ്ഞെടുപ്പ് ഫലം. ശരിക്കും ജനങ്ങൾ തളികയിൽ വെച്ച് കൊടുത്ത ഈ ഒരു വലിയ ഒരു അംഗീകാരം ജനവിധിയെ പുറങ്കാൽ കൊണ്ട് തൊഴിക്കുന്ന ഒരു പരിപാടി തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.